ഇത്തവണ ഈദ് അവധിക്ക് അർമേനിയ കാണാൻ പോയി. ട്രാവൽ ഏജൻസി വഴി 3 days 4 night പാക്കേജ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസം എവിടെയൊക്കെ പോയി കാണാൻ സാധിക്കും എന്നൊരു ലിസ്റ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും അവിടെ പോയി സ്ഥിതിഗതികൾ നോക്കി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന ചിന്തയിൽ നേരെ ഷാർജ എയർപോർട്ടിലേക്ക് വിട്ടു. ടാക്സിയിൽ 10:30 എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ പരിപാടികളെല്ലാം തീർത്തു. ഇത്തരത്തിലൊരു യാത്ര കുറേയായി ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇപ്പോഴാണ് സാധ്യമായത്. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അനുഭവങ്ങൾ എന്നൊക്കെയുള്ള ആകാംക്ഷയോടെ എയർ അറേബ്യയുടെ ഉച്ചയ്ക്ക് 1:30 വിമാനത്തിൽ അർമേനിയയുടെ തലസ്ഥാനമായ യെരെവാനിലേക്ക് തിരിച്ചു. വടക്കുഭാഗത്ത് ജോർജിയയും കിഴക്ക് അസർബൈജാനും തെക്ക് ഇറാനും പടിഞ്ഞാറ് തുർക്കിയും അങ്ങനെ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ടാണ് അർമേനിയയുടെ കിടപ്പ്. മൗണ്ട് അരാഗഡ്സ് ഉൾപ്പെടെ മലകളും കാടും പുഴയും ഒക്കെയുള്ള ഭൂപ്രദേശമാണ് അർമേനിയയുടേത്. ബ്ലാക്ക് സീക്കും കാസ്പിയൻ സീക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന ഏഷ്യയെയും യൂറോപ്പിനെയും പരസ്പരം വേർതിരിക്കുന്ന മലനിരകളാണ് കോക്കസ് മലനിരകൾ. അതിന്റെ ഒരു ഭാഗമാണ് താഴെ മഞ്ഞ് മൂടിയ നിലയിൽ കാണാൻ സാധിക്കുന്നത്. 3 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം യെരെവാനിലെ സ്വാർട്ട്നോട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്തു. അർമേനിയൻ ഗവൺമെന്റിന്റെ എയർബസ് ആണ് ആ കാണുന്നത്. അർമേനിയയുടെ പ്രധാന ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഹബ്ബാണ് ഈ എയർപോർട്ട്. അർമേനിയയിലെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടാണെന്ന് കേട്ടിരുന്നെങ്കിലും ഇറങ്ങിയപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോലെ അർമേനിയ കാണാൻ വന്നവരായിരുന്നു ഉണ്ടായിരുന്ന യാത്രക്കാരിൽ ഭൂരിഭാഗവും. UAE താമസിക്കുന്നവർക്ക് വിസ ഓൺ അറൈവൽ സാധ്യമാണെങ്കിലും ഈ വിസയുമായിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എയർപോർട്ടിലെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. അധികം താമസിക്കാതെ തന്നെ ലഗേജും എടുത്ത് പുറത്തോട്ടേക്ക് ഇറങ്ങി. അർമേനിയൻ ഡ്രാം ആണ് ഇവിടുത്തെ കറൻസി. കയ്യിലുള്ള ഡോളർ മാറ്റി ഡ്രാംസ് ആക്കി മാറ്റുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. എയർപോർട്ടിൽ തന്നെയുള്ള എക്സ്ചേഞ്ചിൽ നിന്നും അതും സാധിച്ചു. അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗൈഡ് ഗയാനിൻ ഞങ്ങളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയ ശേഷം ടീമിലെ മറ്റുള്ളവർക്കായി കുറച്ചു സമയം കാത്തു നിൽക്കാൻ ഗയാനിൻ ആവശ്യപ്പെട്ടു. കിട്ടിയ സമയത്ത് എയർപോർട്ടൊക്കെ ചുറ്റി നടന്ന് കണ്ടു. ഏകദേശം 20-25 മിനിറ്റ് കൊണ്ട് എല്ലാവരും എത്തി. താമസ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാനുള്ള വണ്ടിയും വന്നു. ലഗേജൊക്കെ ഡിക്കിയിൽ വെച്ച് വണ്ടിയിൽ കയറി. പുറത്ത് തണുത്ത കാറ്റാണ്. 14 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഗയാനിൻ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ഡ്രൈവർ അർമാനെയും എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഞങ്ങളെ എല്ലാവരെയും അർമേനിയയിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നീട് അർമേനിയയും യെരെവാൻ സിറ്റിയെയും കുറിച്ച് വാചാലയായി. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ഒരു രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് അർമേനിയ. അർമേനിയനാണ് ഭാഷ. സംസ്കൃതം അടിസ്ഥാനമായിട്ടുള്ള ഇന്തോ യൂറോപ്യൻ ഭാഷകളിലൊന്നാണ് അർമേനിയൻ ഭാഷ. അർമേനിയൻ വംശജരും ചെറിയൊരു ശതമാനം യസീദികളും വളരെ ചെറിയൊരു ശതമാനം മറ്റ് വംശജരുമാണ് ഇവിടെ താമസിക്കുന്നത്. ക്രിസ്തു മതമാണ് അർമേനിയക്കാർ പിന്തുടരുന്നത്. അർമേനിയൻ അപ്പോസ്തലിക് ചർച്ചാണ് അർമേനിയക്കാരുടെ നാഷണൽ ചർച്ച്. ഹയാസ്താൻ എന്നായിരുന്നു അർമേനിയയുടെ പഴയ പേര്. അർമേനിയൻ ജനതയുടെ പൂർവികനായ ഹെയ്ക്കുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പേര്. അറാറത്ത് സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് അർഗിഷ്ടി ഒന്നാമൻ BC 782 എറേബുനി എന്നൊരു കോട്ട സ്ഥാപിച്ചു. ഭരണപരവും മതപരവുമായ കേന്ദ്രമായി അതിന് രൂപകൽപ്പന ചെയ്തു. അതിൽ നിന്നും പരിണമിച്ചാണ് പിന്നീട് യെരെവാൻ എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു. യെരെവാനിലേക്ക് പ്രവേശിക്കുന്നിടത്ത് യെരെവാൻ്റെ ചിഹ്നം സ്ഥാപിച്ചിട്ടുണ്ട്. വെങ്കല കവചമുള്ള ചിറകുള്ള എറേബുനി സിംഹമാണ് ചിഹ്നം. സിംഹത്തിൻ്റെ കിരീടമായി ജീവവൃക്ഷവും കയ്യിൽ ഒരു ശക്തിദണ്ഡും നിത്യതയുടെ പ്രതീകവും അരാറത്ത് മലനിരകളുടെ ചിത്രവും ആലേഖനം ചെയ്ത കവചവുമുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ അർമേനിയയുടെ പല ഭാഗങ്ങളും തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലും മറ്റ് ചില ഭാഗങ്ങൾ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലും ആയിരുന്നു.
ഇന്നും അർമേനിയയിൽ അതിൻ്റെ അവശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒട്ടോമൻ സർക്കാർ അർമേനിയൻ ജനതയെ വംശഹത്യയ്ക്ക് വിധേയരാക്കി. ഏകദേശം 1.5 ദശലക്ഷം അർമേനിയക്കാർ വധിക്കപ്പെടുകയും നിരവധി പേർ സിറിയ, ലെബനൻ വഴി പലായനം ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടുകയും ചെയ്തു. 1918-ൽ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ സ്വതന്ത്ര റിപ്പബ്ലിക് ഓഫ് അർമേനിയ സ്ഥാപിതമായി. എങ്കിലും പിന്നീട് സോവിയറ്റ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു അർമേനിയ. പിന്നീട് 1991-ൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ അർമേനിയ സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയത്. വ്യത്യസ്തമായ ഭൂപ്രകൃതിയും ചെടികളും മരങ്ങളും ബിൽഡിങ്ങുകളും എല്ലാം കണ്ടും ആസ്വദിച്ചുകൊണ്ട് ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്താണ് യെരവാൻ സിറ്റിയിലേക്ക് എത്തിയത്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ചർച്ചുകളും കെട്ടിടങ്ങളും പലപ്പോഴായി അർമേനിയയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ച പട്ടാളക്കാരുടെ സ്മാരകവും എല്ലാം വഴിയോരത്ത് കാണാൻ സാധിച്ചു. കോണിയാക് ഫാക്ടറികൾക്കും വൈൻ ഫാക്ടറികൾക്കും പേരുകേട്ട സ്ഥലമാണ് അർമേനിയ. അർമേനിയയിലെ അറാറത്ത് എന്ന ഫേമസ് ബ്രാൻഡിൻ്റെ ഫാക്ടറിയാണ് ഈ കാണുന്നത്. താല്പര്യമുള്ളവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഫാക്ടറി വിസിറ്റ് ചെയ്യാനും ഒരുപാട് വർഷം പഴക്കമുള്ള വൈൻ ടേസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ടൂർ പാക്കേജുകൾ ഉണ്ടെന്ന് ഗയാനിൻ പറഞ്ഞു തന്നു. അർമേനിയക്കാർ ഇന്ത്യ എന്നും ബംഗ്ലാദേശ് എന്നും പേരിട്ട് വിളിച്ചിരുന്ന താമസ സ്ഥലങ്ങൾ ഗയാനിൻ കാണിച്ചു തന്നപ്പോൾ കൗതുകം തോന്നി. പണ്ടുകാലത്ത് അർമേനിയയിൽ നിന്നും പലായനം ചെയ്ത് ഇന്ത്യയിൽ അഭയം കണ്ടെത്തിയവരുടെ പിൻതലമുറക്കാർ ഇന്നും കൊൽക്കത്ത പോലെയുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ച് താമസിച്ചു വരുന്നുണ്ടത്രേ. ഇന്ത്യയുടെയും അർമേനിയയുടെയും ഭാഷയിലെയും സംസ്കാരത്തിലെയും പല സാമ്യതകളെയും കുറിച്ച് പറയുമ്പോൾ ഗയാനിൻ്റെ മുഖത്തും ശബ്ദത്തിലും ഒരു പ്രത്യേക സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. യെരവാൻ സിറ്റിയിലൂടെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ പലയിടങ്ങളിലായി ചില പ്രതിമകൾ കണ്ടു. ആരുടേതാണെന്നോ എന്തുമായി ബന്ധപ്പെട്ടതാണെന്നോ മനസ്സിലായില്ല എന്നതാണ് സത്യം. കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. പുതിയ പുതിയ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പതുക്കെ താമസം അറേഞ്ച് ചെയ്തിട്ടുള്ള അനി പ്ലാസ ഹോട്ടലിലെത്തി. യെരവാൻ സിറ്റിയിൽ തന്നെയുള്ള 4 സ്റ്റാർ ഹോട്ടലാണ് അനി പ്ലാസ ഹോട്ടൽ. നമുക്ക് 2 ദിവസമാണ് കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുക. നാളെ രാവിലെ 9 മണിക്ക് ഗയാനിൻ വരും. സിറ്റി ടൂറാണ് നാളത്തെ ലക്ഷ്യം. ഏതായാലും അധികം വൈകാതെ ഇവിടെ എത്തിയതുകൊണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നടക്കാൻ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. ഹോട്ടലിൻ്റെ ലോഞ്ചും മറ്റ് സൗകര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കി റൂമിൻ്റെ കീയും വാങ്ങി 11ാമത്തെ നിലയിലേക്ക് പോയി. റൂമും സൗകര്യങ്ങളുമെല്ലാം പെട്ടെന്നൊന്ന് കാണാം. ആദ്യം കണ്ണുടക്കിയത് ജനാലയിൽ തന്നെയാണ്. പുറത്തേക്കുള്ള കാഴ്ചകൾ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. സാമാന്യം നല്ലൊരു ബെഡ് സ്പേസും അതിനോട് ചേർന്ന് തന്നെ ഡ്രസ്സും ബാഗുകളും ഒക്കെ വെക്കാനുള്ള കബോർഡ്, TV, കെറ്റിൽ
തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ AC പകരം ഹീറ്ററായിരുന്നു റൂമിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ഫ്രഷായി കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത ശേഷം വൈകിട്ട് സിറ്റിയിലേക്ക് നടക്കാനിറങ്ങി. സിറ്റി വാക്കിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.